നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിനെ വീണ്ടും ബോംബ് ഭീഷണി. ഇതാ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിന് ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും അതുപോലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വരുന്ന അതേ ഭീഷണി സന്ദേശം തന്നെയാണ് ഇപ്പോൾ തമ്പാനൂർ സ്റ്റേഷനിലും വന്നിരിക്കുന്നത്. തമ്പാനൂർ സ്റ്റേഷനിലാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഇമെയിൽ വഴിയാണ് സന്ദേശം ലഭിച്ചിരിക്കുന്നത്. തമിഴ്നാട് രാഷ്ട്രീയം പറഞ്ഞുള്ള ഭീഷണി സന്ദേശമാണ് ഇത്തവണ വന്നിരിക്കുന്നത് എന്നാണ് ഇമെയിലിൽ നിന്ന് വ്യക്തമാകുന്നത്. തമ്പാനൂർ പോലീസ് ബോംബ് സ്ക്വാഡിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. ക്ലിഫ് ഹൗസിൽ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ബോംബ് ഭീഷണി സന്ദേശം അടങ്ങിയ മെയിലുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോൺ കോളുകളും എത്തിയിട്ടുണ്ടായിരുന്നു. അടുത്തിടെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ക്ലിഫ് ഹൗസിന് ബോംബ് ഭീഷണി സന്ദേശം ലഭിക്കുന്നത്. ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലാണ് സന്ദേശം എത്തിയത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കേരളത്തിൽ 2 സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹത്തിന് പരിപാടികളും ഉണ്ടായിരുന്നു. ഈ സമയത്തും അദ്ദേഹം വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടും കേരളത്തിൽ പല സ്ഥലങ്ങളിലും ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും, തലസ്ഥാനത്ത് പ്രത്യേകിച്ച് പലയിടങ്ങളിലും ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. യാതൊരു തരത്തിലുള്ള അത്തരത്തിൽ ഒരു തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബോംബ് സ്ക്വാഡിനെയൊക്കെ ഉടൻ തന്നെ ഈ ഒരു മെയിൽ വന്നപ്പോൾ വിവരം അറിയിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ക്ലിഫ് ഹൗസിൽ ഇപ്പോൾ പരിശോധനകൾ നടന്നു വരികയാണ്. ഈ ഒരു നിമിഷം വരെയും യാതൊരു തരത്തിലുള്ള അത്തരത്തിലുള്ള എന്തെങ്കിലും അപകടം നിറഞ്ഞ സൂചനകളൊന്നും തന്നെ ക്ലിഫ് ഹൗസിൽ നിന്ന് വന്നിട്ടില്ല. മുഖ്യമന്ത്രി അടക്കം ഇപ്പോൾ സ്ഥലത്തില്ല. അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായിട്ട് അദ്ദേഹം ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം ഇല്ലാത്ത സമയത്താണ് ഇത്തരത്തിൽ ഒരു ബോംബ് ഭീഷണി സന്ദേശം ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്നത്. ഏതായാലും അവിടെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ കാലമായിട്ട് ഇത്തരത്തിലുള്ള വ്യാജ ഭീഷണി സന്ദേശങ്ങളിലൂടെ പോലീസിനെ വട്ടം ചുറ്റിക്കുകയാണ് ഒരു കൂട്ടർ. ആരാണ് ഈ സന്ദേശത്തിന് പിന്നിലെന്ന് കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇതും ഒരു വ്യാജ സന്ദേശമായിരിക്കും എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഏതായാലും അവിടെ പരിശോധനകൾ നടക്കുകയാണ്. 2 ദിവസം മുമ്പും തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ബോംബ് ഭീഷണി സന്ദേശം ഇത്തരത്തിൽ ലഭിച്ചിരുന്നു. ഇമെയിൽ വഴിയായിരുന്നു ഭീഷണി സന്ദേശം ലഭിച്ചത്. അന്നും സ്ഥലത്ത് ബോംബ് സ്ക്വാഡിന്റെ പരിശോധന നടത്തി. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ 2 ദിവസം മുമ്പ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി സന്ദേശം ഉണ്ടായിരുന്നു. കൂടാതെ തിരുവനന്തപുരത്തെ വിവിധ സ്ഥാപനങ്ങളിലും ബോംബ് ഭീഷണി സന്ദേശം ലഭിക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും പരിശോധനകൾ നടത്താറുണ്ടെങ്കിലും അതെല്ലാം തന്നെ വ്യാജമാണെന്ന് തെളിയുകയും ചെയ്യാറുണ്ട്. ഒരാഴ്ച മുമ്പാണ് തിരുവനന്തപുരം ഡൊമസ്റ്റിക് വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി സന്ദേശം ഇത്തരത്തിൽ ഉയർന്നത്. ഇമെയിൽ വഴിയായിരുന്നു അവിടെയും സന്ദേശം എത്തിയത്. പിന്നീട് അതിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സന്ദേശം എവിടെ നിന്നാണ് എന്നതിനെ കുറിച്ചും അന്വേഷണം നടന്നു വരികയാണ്. അവിടെ അഹമ്മദാബാദ് വിമാനത്താവളത്തിലും ഇത്തരത്തിൽ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ പലപ്പോഴും വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ പല സർക്കാർ സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയൊക്കെ തന്നെ ഔദ്യോഗിക വസതികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബോംബ് വെച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ബോംബ് പൊട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ തലവേദനയാകുന്നത് പോലീസിനെയാണ്. കാരണം കൃത്യമായിട്ട് അവിടേക്ക് വേഗം ഓടിയെത്തി പരിശോധനകളൊക്കെ നടത്തുമ്പോൾ ഇതൊക്കെ തന്നെ വെറും ഒരു വ്യാജ സന്ദേശമാണെന്ന് തെളിയുകയാണ് ചെയ്യാറുള്ളത്. ഏതായാലും നിലവിൽ വന്നിട്ടുള്ള ഇമെയിലിന്റെ അടിസ്ഥാനത്തിൽ ക്ലിഫ് ഹൗസിൽ പരിശോധനകൾ പുരോഗമിക്കുക.